ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത് വാട്ടർ കൂളറിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ PCB കംപ്ലയിൻ്റ് ആണ്. PCB റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ PCBക്ക് പകരം നമുക്ക് മാനുവലായിട്ട് സ്വിച്ചസ് വെച്ചങ്ങാണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോണത്. ഇതിൻ്റെ PCB കംപ്ലീറ്റ് ഡെഡായ അവസ്ഥയിലായിരുന്നു. ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളിനി സ്വിച്ചസും കണക്ട് ചെയ്യുക. ആദ്യം മോട്ടറിൻ്റെ ലോ മീഡിയം ഹൈ സ്പീഡ് ചെക്ക് ചെയ്യണം. വൈൻഡിങ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളത്. ഈ സ്വിച്ചസ് കൊടുക്കുന്നത് ഒന്ന് നമ്മൾ എയർസിങ്ങും, ഒന്ന് കൊടുക്കുന്നത് നമ്മൾ വാട്ടർ പമ്പുണ്ട്. പിന്നെ ഇത് വരുന്നത് മിക്സീൻ്റെ നോബാണ്. ഇത് നമ്മൾ ഫാൻ്റെ ലോ മീഡിയം ഹൈ സ്പീഡിൽ കണക്ട് ചെയ്യാണ്. ഇനി നമുക്ക് ആ സ്വിച്ചസ് മൊത്തം ഈ പാനലിലേക്ക്, ബ്ലാക്ക് പാനലിലേക്ക് സെറ്റ് ചെയ്യാണ്ട് ഞാൻ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തിരിക്കണം. ഇനി റെഗുലേറ്ററും മറ്റ് സ്വിച്ചസും ഇതിലേക്ക് സെറ്റ് ചെയ്യണം. സ്വിച്ച് ചെയ്ത് നമുക്ക് ഓണാക്കി നോക്കാം. മോട്ടറിന് ടോട്ടലി 3 സ്പീഡാണ് വരുന്നത്. ഈ സ്വിച്ച് വരുന്നത് എയർ സിങ്ങിൻ്റെയാണ് ഉള്ളത്തെ. പിന്നെ വരുന്ന സ്വിച്ച് വാട്ടർ പമ്പിൻ്റെയാണ്. നമ്മൾ മെഷീൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.